അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് സൂക്തം 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. തബാറക്ക, അനുഗ്രഹമുടയവൻ ആയിരിക്കുന്നു. അല്ലദീ ബിയദിഹി, അവൻ്റെ കയ്യിലാണ്. അൽ മുൽക്ക്, ആധിപത്യം. വഹുവ, അവൻ. അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. ഖദീർ, കഴിവുറ്റവനാണ്. സൂറത്തുൽ മുൽക്കിലെ 1-ാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് തബാറക്ക എന്ന പദത്തിലൂടെയാണ്. ഏറെ മഹത്വത്തിൻ്റെ ഉടമയായി, ഗുണത്തിൻ്റെ ഉടമയായി, നന്മയുടെ ഉടമയായി, അനുഗ്രഹത്തിൻ്റെ ഉടമയായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. 9 തവണ തബാറക്ക എന്ന പദം വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചിരിക്കുന്നു. ബർക്കത്ത് എന്ന പദത്തിൽ നിന്നാണ് തബാറക്ക ഉണ്ടായത്. ധാരാളം നന്മ, ഒരുപാട് സമയം അത് ബാക്കിയാവുക, ധാരാളം ഉള്ളതോടൊപ്പം സ്ഥിരമാവുക എന്നതൊക്കെയാണ് ബർക്കത്തിൻ്റെ അർത്ഥം. അള്ളാഹു ബർക്കത്തിൻ്റെ ഉടമയാണ്, എന്നാൽ ധാരാളം നന്മയുടെ ഉടമയാണ്. അത് നിലനിൽക്കുന്ന നന്മകളാണ്. അത് മാറ്റമില്ലാതെ, കുറയാതെ, സ്ഥിരമായ സ്വഭാവത്തിൽ ഉള്ളതാണ് എന്നാണ് അർത്ഥം. അള്ളാഹു അനുഗ്രഹത്തിൻ്റെ ഉടമയാണ്. ബിയദിഹി, അവൻ്റെ യദിലാണ്, കയ്യിലാണ്. അൽ മുൽക്ക്, എല്ലാ ആധിപത്യവും എന്നാണ് ഈ സൂക്തത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ഈ ലോകത്ത് ആധിപത്യമുള്ള, അധികാരമുള്ള ഒരുപാട് ശക്തികളുണ്ട്. രാജ്യത്തിൻ്റെ ഭരണാധികാരി, കമ്പനിയുടെ മുതലാളി തുടങ്ങി പലരും. പക്ഷേ ഒരു നിശ്ചിത സമയത്തേക്കോ കാലത്തേക്കോ മാത്രമാണ് അവരുടെ ഉടമാവകാശവും അധികാരവുമെല്ലാം ഉണ്ടാവുക. ഒന്നുകിൽ അധികാരം, ഉടമസ്ഥത അവരെ വിട്ടുപോകും, അല്ലെങ്കിൽ അവർ അതിനെ വിട്ടുപോകും. എന്നാൽ അള്ളാഹുവിൻ്റെ മുൽക്ക്, ആധിപത്യം, അധികാരം എന്ന് പറയുന്നത് താൽക്കാലികമോ വിട്ടുപോകുന്നതോ ഒന്ന് മറ്റൊന്നിനെ വിട്ടകലുന്നതോ അല്ല. അത് സ്ഥിരമാണ്, ഒരിക്കലും വിട്ടുമാറാത്തതാണ്. അള്ളാഹുവിൻ്റെ യദ്, കരങ്ങളിലാണ് അധികാരമെന്ന് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ കരമാണോ അതൊരു ആലങ്കാര പ്രയോഗമാണോ എന്നതിൽ ചർച്ചയുണ്ട്. അള്ളാഹുവിൻ്റെ കൈ എന്ന പ്രയോഗം ഇവിടെ നടത്തിയപ്പോൾ 5-ാം അധ്യായം 64-ാമത്തെ സൂക്തത്തിൽ ബൽ യദാഹു, അവൻ്റെ 2 കരങ്ങൾ എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. 36-ാം അധ്യായം 71-ാം സൂക്തത്തിൽ മിമ്മ അമിലത്ത് ഐദീന, നമ്മുടെ കരങ്ങൾ എന്ന പ്രയോഗവും നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അധികാരത്തെ, ആധിപത്യത്തെ, ശക്തിയെ എല്ലാം കുറിക്കുന്ന പ്രയോഗമാണ് യദ്, യദാനി, ഐദി എന്നെല്ലാം പറയുന്നത്. മുൽക്ക് അള്ളാഹുവിനാണ് എന്നാണല്ലോ ഇവിടെ സൂചിപ്പിക്കുന്നത്. 50ഓളം തവണ ഖുർആനിൽ അള്ളാഹുവിൻ്റെ മുൽക്കിനെക്കുറിച്ച്, അവൻ്റെ അധികാരത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഭൂമിയിലുള്ള അധികാരികളുടെ അധികാരവും അള്ളാഹു നൽകുന്നതാണ്. അവ അനശ്വരമായ അധികാരമേയല്ല. കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ, 3-ാം അധ്യായം 26-ാം സൂക്തം. റസൂലെ, താങ്കൾ പറയുക, അള്ളാഹുവേ, രാജാതിരാജനെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നു. അള്ളാഹുവിൻ്റെ മുൽക്കെന്നാൽ അവനാണ് സർവാധികാരി. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും നിയമനിർമ്മാണ മേഖലയിലും നിയന്ത്രണ മേഖലയിലും എല്ലാം അവനാണ് പരമാധികാരി എന്നാണ് അർത്ഥമെന്ന് ഇമാം റാസി റഹിമഹുല്ല വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികൾ എന്ന നിലക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.